നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വാൽപ്പാറ ദുരന്തത്തിന്റെ ഞെട്ടൽ മാറും മുമ്പ് മറ്റൊരു റിപ്പോർട്ട് കൂടെ പുറത്തു വരുന്നു. നമുക്കറിയാം, അപകടമുണ്ടാകുന്നതിന്റെ 6 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ഒരു യാത്ര പോകുന്ന സംഘം തമിഴ്നാട് കേരള അതിർത്തി മേഖലകളിൽ വലിയൊരു ദുരന്തത്തിൽ പെടുമെന്ന് RV മായ എന്ന് പറയുന്ന ടെലിപ്പതി ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചത്. അവരത്തരത്തിലൊരു ടെലിപ്പതിയാണ്, എല്ലാവരും ജാഗ്രത പാലിക്കണം എന്ന് പറഞ്ഞപ്പോൾ അധികമാരും ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സമാന രീതിയിൽ മറ്റൊരു നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്ത് വിടുകയാണ് RV മായ. അതായത് വലിയൊരു വെള്ളച്ചാട്ടം, ആ വെള്ളച്ചാട്ടത്തിൽ ഒരു കുട്ടി മരണപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് കൂടുതൽ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് RV മായ ഇപ്പോൾ നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്. യാത്ര പോകുന്നവർ എല്ലാം വെള്ളച്ചാട്ടത്തിലും അവിടുത്തുള്ള വഴുക്കലുള്ള പാറയും ഒക്കെ സൂക്ഷ്മമായിട്ട് സുരക്ഷിതമാണോ എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം യാത്ര ആസ്വദിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് RV മായ നൽകുന്ന സൂചനകൾ. വളരെ ജാഗ്രതയോടെയാണ് ഇത്തരത്തിലൊരു സന്ദേശം അവർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നത്. അവർ പങ്കുവയ്ക്കുന്ന പോസ്റ്റിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇങ്ങനെയാണ്: യാത്ര പോകുന്നവരെല്ലാം വെള്ളച്ചാട്ടവും അവിടുത്തെ വഴുക്കലുള്ള പാറയും കുഴിയുമെല്ലാം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് മുകളിൽ കയറി ആസ്വദിക്കുന്നതിനേക്കാൾ താഴെ നിന്ന് മാക്സിമം വെള്ളച്ചാട്ടം കാണാൻ ശ്രമിക്കുക. ആതിരപ്പള്ളി എന്നത് മാത്രം ശ്രദ്ധിക്കാതെ കുത്തനെയുള്ള മറ്റു വെള്ളച്ചാട്ടമായാലും ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. കാരണം ബാക്കി സ്ഥലങ്ങളിൽ പോകുന്നവർ സേഫ്റ്റി ശ്രദ്ധിക്കാതെ ഇരിക്കും. കണ്ടത് കൃത്യമായി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോസ്റ്റ് പങ്കുവച്ചിരിക്കുമ്പോൾ ആ പോസ്റ്റിൽ പറയുന്നത് ഇപ്രകാരമാണ്. അതായത് വലിയൊരു കുത്തനെയുള്ള ഒരു വെള്ളച്ചാട്ടം, ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ കുത്തനെയുള്ള വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒരാളെ താഴോട്ട് വീണ് മരിക്കുന്നതായി കാണുന്നു. ഒന്നിലധികം പേർ, 3ഓളം പേർ പോകുന്നതായിട്ടും, അതായത് യാത്രയിൽ 3ഓളം പേർ ഉള്ളതായിട്ടും ഒരു കുട്ടിയാണ് മരിക്കുന്നത് എന്നതുമാണ് അവർ ടെലിപ്പതിയായിട്ട് കണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടെ ഇതിനെ നോക്കിക്കാണണം എന്നുള്ള ഒരു സൂചനയാണ് RV മായ നൽകുന്നത്. ആതിരപ്പള്ളി അല്ല എങ്കിൽ അതുപോലെ കുത്തനെയുള്ള വലിയ ഒരു വെള്ളച്ചാട്ടമാകും ഇതിന് കാരണമായി മാറുക എന്നും പറയുന്നു. അതുപോലെ തന്നെ വെള്ള ഉടുപ്പിൽ ചുവന്ന ലവ് പൂക്കൾ വര പോലുള്ള എന്തോ ഒരു ഡിസൈനാണ് ആ കുട്ടി ധരിക്കുന്നത് എന്നും പറഞ്ഞു വെക്കുന്നുണ്ട് RV മായ. ചെറിയൊരു കുട്ടിയായിട്ടാണ് പോകുന്നത് എന്നാണ് അവർ പറയുന്നത്. പിന്നെ പോകുന്നവർ എന്തായാലും ശ്രദ്ധിക്കണം പ്ലീസ് എന്ന് പറഞ്ഞു വെക്കുകയാണ് അവർ. പോസ്റ്റ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചതാണ് ഇത്രയും ദിവസം ഈ ഒരു വിഷയം താൻ ചെയ്യാതിരുന്നത്. കാരണം എന്നെ കുറ്റപ്പെടുത്താൻ ഒരുപാട് ആളുകൾ ഉണ്ട്. പക്ഷേ കുറ്റം പറയുന്നവരെക്കാൾ ഞാനിപ്പോൾ പ്രയോറിറ്റി നൽകുന്നത് മറ്റുള്ളവരുടെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ഞാൻ മുൻപത്തെ ഇൻസിഡന്റ് കാരണം മൈൻഡ് ഡിസ്റ്റർബ് ആയിരുന്നു, അതുകൊണ്ടാണ് ഈ പോസ്റ്റ് ചെയ്യാൻ മറന്നത് എന്നും ഇതൊന്ന് മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം എന്നുമാണ് RV മായ തൻ്റെ പോസ്റ്റിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. ഈ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുന്നതിനൊപ്പം യാത്ര പോകുന്നവർക്ക് മറ്റുള്ളവർക്ക് ശ്രദ്ധ നൽകാനും കരുതൽ എടുക്കാനും പറയാനും പ്രാർത്ഥിക്കാനും ഒക്കെ മറക്കരുത് എന്നും അവർ പറയുന്നു. ഇത്തരത്തിൽ RV മായ ഈ ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുമ്പോൾ വളരെ ഗൗരവപരമായിട്ട് തന്നെ എടുക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതായത് വാൽപ്പാറ ദുരന്തമുണ്ടാകുന്ന സമയത്തിന് 6 ദിവസങ്ങൾക്ക് മുമ്പാണ് RV മായ ഇത്തരമൊരു പോസ്റ്റ് പങ്കുവച്ചിരുന്നത്. അതായത് തമിഴ്നാട് കേരള ബോർഡർ മേഖലകളിൽ ഒരു വലിയ അപകടമുണ്ടായതായിട്ട് ടെലിപ്പതിയിലൂടെ താൻ കണ്ടു എന്നായിരുന്നു അന്ന് RV മായ പങ്കുവച്ച പോസ്റ്റ്. ആ പോസ്റ്റിൽ ചിലർ തമാശ എന്നോണം ചില കമൻറ്റുകളൊക്കെ നൽകി. അതായത് സ്ഥലം എവിടെയാണെന്ന് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു നൽകിയത്. അപ്പോൾ അവർ നൽകിയ നിർദ്ദേശം അത് ഏറെക്കുറെ സമാനമായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം 6 ദിവസങ്ങൾക്ക് ഇങ്ങോട്ടാണ് നമ്മൾ ഈ നാടിനെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ആ വാർത്ത കേട്ടത്. വാൽപ്പാറയിൽ പാങ് സ്കൂളിൽ നിന്ന് വിനോദയാത്ര പോയ 9ഓളം ആളുകൾ വലിയ വാഹനാപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. ഒരു ടെമ്പോ ട്രാവലറിൽ 13 ആളുകളായിട്ട് പോയിരുന്ന ഈ ആ യാത്രയിൽ ഇപ്പോൾ ബാക്കി നിൽക്കുന്നത് ഏകദേശം 2 പേർ മാത്രമാണ് എന്നുള്ളതാണ് സൂചന. 10ഓളം പേർ, 2-3 പേർ ബാക്കിയുണ്ട്. 10 പേർ മരണപ്പെട്ടു എന്നുള്ള സ്ഥിരീകരണമായി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നൌഷാദ് എന്ന് പറയുന്ന ഡ്രൈവർ മരണപ്പെട്ടു. സ്കൂൾ ഡ്രൈവർ ആയിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. ആ ഡ്രൈവർ മരണപ്പെട്ടു. അതുകൊണ്ട് തന്നെ വാൽപ്പാറയിൽ ഉണ്ടായ ആ ദുരന്തം എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. എങ്കിൽ പോലും ആ ഒരു അപകടം കേരളത്തെ ഒന്നടങ്കം ഞെട്ടിപ്പിച്ചതാണ്.
പാങ് സ്കൂളിലെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരാണ് അന്ന് അവിടെ മരണപ്പെട്ടത്. ഒരു കുട്ടി ഉൾപ്പെടെ 10 പേർ ആ അപകടത്തിൽ മരണപ്പെട്ടു. അന്ന് കൃത്യമായിട്ട് ഈ സംഭവം പ്രവചിച്ചിരുന്ന അല്ലെങ്കിൽ ഇങ്ങനൊരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്ന ആർ.വി. മായയുടെ ഒരു പ്രതികരണം ഉണ്ടാകുകയുണ്ടായി. അതായത് ആർ.വി. മായയുടെ പേഴ്സണൽ വാഹനത്തിൻ്റെ അവസാനത്തെ 4 അക്കത്ത് തന്നെയാണ് ഈ അപകടമുണ്ടായിരുന്ന വാൽപ്പാറയിൽ അപകടമുണ്ടായിരുന്ന ടെമ്പോ ട്രാവലറിൻ്റെ നമ്പർ പ്ലേറ്റിലെ അവസാനത്തെ 4 അക്ക നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ആർ.വി. മായ രംഗത്തെത്തുമ്പോൾ അത് അവർക്ക് ലഭിച്ചിരുന്നൊരു സൂചനയായിരുന്നു എന്ന് കൂടെ അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ആർ.വി. മായ പറയുന്ന ഇത്തരം ടെലിപ്പതികളിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളൊരു സംശയം വരുന്നത്. ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല എങ്കിലും സാഹചര്യങ്ങളിൽ ഇത്തരത്തിൽ ഏകദേശം സമാനമാണ് എന്ന് പറയുമ്പോൾ നമുക്കധികം ഭയപ്പെടേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അർജുൻ എന്ന് പറയുന്ന ഒരു ലോറി ഡ്രൈവർ അപകടത്തിൽപ്പെട്ട സംഭവവും സമാന രീതിയിൽ ആർ.വി. മായ പ്രവചിച്ചിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. വലിയൊരു ലോറി വെള്ളത്തിനടിയിലേക്ക് മറയുകയും ആ വെള്ളത്തിനടിയിൽ അയാൾ മരണപ്പെടുകയും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ അയാളെ തിരച്ചിലിനായിട്ട് വലിയൊരു സമൂഹം തന്നെ വരികയും പക്ഷേ അയാളെ മരണത്തിന് ശേഷം മാത്രമേ കണ്ടെത്താൻ പറ്റൂ എന്ന തരത്തിലായിരുന്നു അന്ന് ആർ.വി. മായ പങ്കുവച്ച പോസ്റ്റ്. സമാന രീതിയിൽ അർജുന് വേണ്ടി നമ്മൾ കാത്തിരുന്ന മണിക്കൂറുകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു വലിയൊരു ആളുകൾ തന്നെ ആൾക്കൂട്ടം തന്നെ അർജുന് വേണ്ടി വലിയ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കുള്ള തിരച്ചിൽ നടത്തുകയും ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ പിന്നീടാണ് മണ്ണിനടിയിൽ വളരെ ദാരുണമായ അവസ്ഥയിൽ അർജുൻ്റെ മൃതദേഹം നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ സമാന രീതിയിൽ ഇപ്പോൾ ആർ.വി. മായ മറ്റൊരു പ്രവചനം നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ ആശങ്കയോടെയാണ് കണ്ടിരിക്കേണ്ടി വരുന്നത്. ഒരു വെള്ളച്ചാട്ടം ഏകദേശം ആതിരപ്പള്ളി എന്ന് തന്നെയാണ് പറയുന്നത്. തൃശ്ശൂർ ആതിരപ്പള്ളിയിലായിരിക്കും ആ ഒരു അപകടം സംഭവിച്ചത് എന്ന് പറയുന്നു. കുട്ടിയുടെ വസ്ത്രം, അതായത് ഒരു കുട്ടിയാണ് അപകടത്തിൽ പെടാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ കുട്ടിയുടെ വസ്ത്രമടക്കം ഏത് രീതിയിലാണ് എന്നുള്ള സൂചനകൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം വസ്ത്രമൊക്കെ ധരിക്കുന്നവർ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ള നിർദ്ദേശം കൂടെയാണ് നൽകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണം. പക്ഷേ ഇത്തരത്തിൽ സൂചന ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ കുറച്ചധികം ശ്രദ്ധ പുലർത്തേണ്ടുന്നത് അവരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കാരണമാകുമെന്ന് പറയുന്നു.